കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രി വേണമെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതികരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും വ്യാപക പ്രചാരണം. കാസർഗോഡ് UDF നേടിയ മികച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. പേര് സൂചിപ്പിക്കുന്നില്ല എങ്കിലും മഞ്ചേശ്വരം MLA AK അഷ്റഫിനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണത്തിൽ കൂടുതലായി കാണുന്നത്. SS ശരത്ത് വിവരങ്ങൾ നൽകും. ശരത്ത്, അപ്പോൾ വലിയ വിജയമാണ് UDF നേടിയത്. CPM-ന്റെ ഉരുക്ക് കോട്ടയായ തൃക്കരിപ്പൂർ പോലും ഇത്തവണ UDF പക്ഷത്തേക്ക് ചേർന്ന് നിന്നു. ഉറപ്പായും UDF-ന്റെ ഒരു മന്ത്രിസ്ഥാനം അവരുടെ അവകാശവാദം ന്യായമാണ്. അപ്പോൾ അത് AK അഷ്റഫിന് ഗുണകരമാകുമോ? ഷിയാസ്, എന്തായാലും അത് അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണത്തിലെ ചർച്ചകൾ ഒരു ഭാഗത്ത് കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷേ കാസർഗോഡിൻ്റെ പേരുകളൊന്നും തന്നെ, കാസർഗോഡിൽ നിന്ന് MLA-മാരുടെ പേരുകളൊന്നും തന്നെ ഈ പട്ടികയിലേക്ക് വന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ്. ആ രീതിയിൽ അക്കാര്യം ഉന്നയിച്ച് തന്നെ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ UDF ക്യാമ്പുകളൊക്കെ തന്നെ ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗിൻ്റെ അണികളാണ് പ്രധാനമായും ഈ ക്യാമ്പയിനിൽ അണിനിരക്കുന്നത്. എന്തായാലും വിവിധ പേരുകൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം, കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ വലിയ വിജയം ഇത്തവണ UDF-ന് കാസർഗോഡ് മണ്ഡലത്തിലുണ്ടായി. അതായത് BJP ശക്തമായ മത്സരം കാഴ്ചവെച്ച കാസർഗോഡും മഞ്ചേശ്വരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചു. ഒപ്പം CPM-ന്റെ ഉരുക്ക് കോട്ടകൾ എന്ന് കരുതുന്ന ഉദുമയടക്കമുള്ള തൃക്കരിപ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ വിജയം UDF-നുണ്ടായി. അങ്ങനെ വലിയ വിജയം ജില്ലയിൽ UDF-നുണ്ടായതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മന്ത്രിസ്ഥാനത്തിന് ജില്ല അർഹനാണ്. ആ രീതിയിൽ ജില്ലയെ പരിഗണിക്കണമെന്നുള്ളതായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം വിവിധ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് ജില്ലയിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് ലീഗിനോ കോൺഗ്രസിനോ ഒരു മന്ത്രിസ്ഥാനം ജില്ലയിൽ നൽകണം, അല്ലെങ്കിൽ ലീഗോ കോൺഗ്രസോ അത്തരത്തിലൊരു പരിഗണന ജില്ലയ്ക്ക് നൽകണമെന്നുള്ളതാണ് പ്രധാനമായും ചർച്ചയിലേക്ക് വരികയും ചെയ്യുന്നത്. ശരി, ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.